സച്ചിയും അർച്ചനയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടരുത്. കണ്ടുമുട്ടാൻ അവൻ ഉണ്ടാവരുത്. അതിനു മുമ്പ് അവന്തികയുടെ തകർച്ച ഉറപ്പാക്കണം. അവൾക്കെതിരെയുള്ള യുദ്ധം ഞാൻ ഇവിടെ തുടങ്ങാം. ആളെ എന്തിനാ എങ്ങനെ നടന്ന ടെൻഷൻ അടിക്കുന്നത്? ഭ്രാന്ത് മൂക്കുമ്പോ ഓരോരുത്തന്മാര് അവരവരുടെ വിധി സ്വയം തിരഞ്ഞെടുക്കുന്നല്ലേ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ശരി, ഞാൻ ചെന്ന് ഈ വേഷമൊക്കെ മാറട്ടെ. സമൃദ്ധ, എന്തുപറ്റി? അറിയോ? ഓക്കെ? അതെ, പെട്ടെന്ന് കപ്പ അങ്ങനെ വീണ് പൊട്ടിയപ്പോ ഞാൻ ആകെ പാനിക്കായി പോയി. ഓ, അതാണോ കാര്യം? അതിനിത്ര പാനിക്കാവൻ എന്തിരിക്കുന്നു? തന്റെ നിപ്പും ഭാവം കണ്ടാൽ തോന്നും ലൈഫ് മുഴുവൻ തകർന്നു പോയെന്ന്. ഇതൊന്നും വലിയ കാര്യമാക്കാനില്ല. ഞാനെന്നാ ചെല്ലട്ടെ. ആ, ചേച്ചി ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. ഇത്രയും രുചിയുള്ള അവിയല് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന അവിയലോ? അതിന് ടേസ്റ്റ് ഇല്ലെന്നാണോ പറയുന്നത്? അയ്യോ, ആന്റിയുടെ അവിയലിന് നല്ല രുചിയാ. പക്ഷെ ഇതിന് വേറൊരു നല്ല രുചിയാ. അത് ശരിയാ മോളെ, എനിക്കിങ്ങനെ എല്ലാരും വെക്കുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ആരതിമോളുടെ പാചകം എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ മോളെ എവിടുന്നാ പഠിച്ച്? അതൊക്കെ കുട്ടിക്കാലത്തേ പഠിച്ചതാ. അവിയലിന്റെ കാര്യത്തില് വക്കീലിന്റെ ജഡ്ജ്മെന്റ് സൂപ്പറാ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണം കേട്ടോ. എന്നെ ഇങ്ങനെ പുകഴ്ത്തി നാണം കെടുത്തല്ലേ. അല്ല, സച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആതിരയുടമേ, അവളെ കണ്ടില്ലല്ലോ. അയ്യോ മോനെ, അക്കാര്യം ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. അവക്കൊരു ജോലി കിട്ടി. എവിടെ? ടൗണിൽ ഒരു ഫിനാൻസ് കമ്പനിയിലാ. ഇന്നു മുതൽ അവള് പോയി തുടങ്ങി. ഇതൊക്കെ നിന്നോടൊന്ന് പറയാൻ സമയത്തിന് നിന്നെ കിട്ടണ്ടേ? ജോലി കിട്ടിയതോടെ അവരുടെ കാര്യത്തിൽ ഒരു ആശ്വാസമായി. ഇനി നെല്ലിശ്ശേരിയിലെ കേസ് കൂടെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. മോളെ, അന്തിമവാദം അടുത്ത ആഴ്ചയല്ലേ വെച്ചിരിക്കുന്നേ? അതെ അമ്മേ, അടുത്ത തിങ്കളാഴ്ച വാദം നടക്കും. അത് കഴിഞ്ഞാ അധികം താമസിയാതെ വിധിയും വരും. കേസ് നമുക്ക് അനുകൂലമായിട്ട് തന്നെ വിധി വരില്ലേ മോളെ? എന്താ സംശയം? ന്യായം നമ്മുടെ പക്ഷത്തല്ലേ. നമുക്ക് അനുകൂലമായി തന്നെ വിധി വരുമെന്ന് എന്റെ ഉറച്ച വിശ്വാസം. പഴയ നെല്ലിശ്ശേരി വീട്ടിലെ സന്തോഷങ്ങളൊക്കെ നമുക്ക് തിരിച്ചു നേടിയെടുക്കണം. പറ്റിയാൽ ആ വീടും തിരിച്ചു പിടിക്കണം, അല്ല സച്ചിയേട്ടാ? ഒരുപാട് കാലം നമ്മൾ ജീവിച്ച വീടല്ലേ. ആ വീട്ടിലെ ദിവസങ്ങളൊന്നും മറക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കോടതി വിധി അനുകൂലമാവുന്നോടെ ഈ വാടക വീട്ടിലെ താമസവും അവസാനിപ്പിക്കാമല്ലോ. അതോടെ നെല്ലിശ്ശേരി കുടുംബം അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു വരും. കേസ് ജയിക്കുന്നതോടെ തറവാടും സ്വത്തും പ്രതാപവും ഒക്കെ തിരിച്ചു കിട്ടുമായിരിക്കും. പക്ഷെ എൻ്റെ അർച്ചന, എൻ്റെ കുഞ്ഞ്, അവരൊന്നുമില്ലാതെ ഞാൻ ആ വീട്ടിൽ താമസിച്ചിട്ട് എന്ത് കാര്യം? എന്തൊക്കെ തിരിച്ചു കിട്ടിയാലും ജീവിതം ഒരിക്കലും ഇനി പഴയതുപോലെ ആവില്ല.
തിങ്കളാഴ്ച നമുക്കെതിരെ സന്ദീപ് സാക്ഷി പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? അത് പേടിക്കണ്ട. സന്ദീപിനെ ക്രോസ് ചെയ്യാനുള്ള എല്ലാ സ്റ്റഡിയും ഞാൻ നടത്തിയിട്ടുണ്ട്. അവന്തിക സന്ദീപിനെ കൊണ്ട് എന്ത് പറയിപ്പിച്ചാലും കോടതിയിൽ അതെല്ലാം പൊളിയും. അവന്റെ കാര്യത്തിലാണ് എനിക്കൊരു സങ്കടം. എന്തായാലും നമ്മുടെ കുഞ്ഞല്ലേ. ഹോ, അവൻ ഇങ്ങനെയായി പോയാലും എന്റെ ദൈവമേ. അവന്തികയുടെ അടിമയായിട്ട് അവൻ സ്വയം നശിക്കട്ടെ. അല്ലാതെ അവന്റെ കാര്യത്തിൽ മറ്റൊരു തീരുമാനമില്ല. സന്ദീപന്റെ കാര്യം കേൾക്കുന്നത് തന്നെ സച്ചിയുണ്ട് ഇപ്പൊ കലിയ. ആ പേര് പോലും ഇനി ഇവിടെ പറയാതിരിക്കുന്നതാ നല്ലത്. എല്ലാം തിരിച്ചു കിട്ടാൻ പോകുന്നതിന്റെ ഒരു സന്തോഷവും അവന്റെ മുഖത്തില്ലല്ലോ. അവന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മോനോട് അവനെല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതല്ലേ. അവന്റെ മനസ്സിൽ എന്താണെന്ന് മോക്കറിയാവോ? എന്നോടങ്ങനൊന്നും പറഞ്ഞിട്ടില്ലമ്മേ. അമ്മ വിഷമിക്കണ്ട. സച്ചി വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാ. കേസിന്റെ വിധി വരുന്നതോടെ എല്ലാം ശരിയാവും. പഴയ സന്തോഷങ്ങളെല്ലാം തിരിച്ചു വരും. ഹാ, എല്ലാം തിരിച്ചു വരും. പക്ഷെ അച്ചുവും മോളും, അവള് ഒരിക്കൽ കൂടി എനിക്ക് കണ്ടിട്ടൊന്നും മരിക്കാൻ പറ്റൂ? അമ്മേ, നിന്നെ നഷ്ടപ്പെടുന്ന ആ നിമിഷം എന്റെ മരണമാണെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാ. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടു നടന്ന പ്രതീക്ഷ ഇപ്പൊ അവസാനിക്കാണ് അർച്ചന. നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിന്റെ മനസ്സിൽ ഞാനില്ല. ഇപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടു. നിന്നെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഞാൻ വരില്ല. ഈ ഒളിച്ചുകളി ഇനി തുടർന്ന പാവ സച്ചേട്ടും ബലിയാടാവും. ഇത്രയും നാൾ എന്നെ ഓർത്ത് എനിക്ക് വേണ്ടി മാത്രം കാത്തിരുന്നത് എന്റെ സച്ചേട്ട്. ആ പാവത്തിനെ കൊലയ്ക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഉടനെ തന്നെ എനിക്ക് തിരിച്ചു പോയേ പറ്റും. സച്ചിയും അർച്ചനയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടരുത്. കണ്ടുമുട്ടാൻ അവൻ ഉണ്ടാവരുത്. അതിനു മുമ്പ് അവന്തികയുടെ തകർച്ച ഉറപ്പാക്കണം. അവൾക്കെതിരെയുള്ള യുദ്ധം ഞാൻ ഇവിടെ തുടങ്ങാം.